വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നിങ്ങളുടെ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? കൂട്ടുകാർ റെഡിയാണോ? ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടമാണ് അല്ലേ? ആരാണ് പട്ടം പറത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പട്ടം പറത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എങ്ങനെയാണ് ശരിക്കും ഒരു പട്ടം പറക്കുന്നത്? Is it the wind or the wings or the string or the person who flies it? അത് ശരിക്കും ഒരു കാറ്റാണോ പരത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചിറകുകളാണോ അതിനെ പരത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നൂലാണോ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഒരാളാണോ അത് പറത്തുന്നത്? എന്താണ് ശരിക്കും ഈ പട്ടം പറത്തുന്നത്? ആരാണ് അതിനെ പറത്തുന്നത്? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. നമുക്ക് ഈ സ്റ്റോറി വായിക്കാം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം ആരാണ് ശരിക്കും പട്ടം പറത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, റെഡിയാണോ? നല്ലൊരു കൈറ്റിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഓൺ എ പ്ലസന്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്ട്രോൾഡ് ത്രൂ ദ പാർക്ക്. His eyes widened as he saw a boy flying a big colorful kite. The kite soared high, dancing in the breeze. അപ്പോൾ എന്താണ്? ഓൺ എ പ്ലസന്റ് ഡേ. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ദിവസം, നല്ല വെയിലും അല്ല, നല്ല മഴയല്ല, അങ്ങനെയൊന്നും അല്ലാത്ത നല്ലൊരു ദിവസം ഉണ്ടാവില്ല, അങ്ങനെയുള്ള പ്ലസന്റ് ആയിട്ടുള്ള ഒരു ദിവസം. ദ മേയർ ഓഫ് ദ ടൗൺ, ആ ടൗണിലെ മേയർ സ്ട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഉലാത്തുക എന്നാണ് അർത്ഥം. എവിടെയാണ്? ത്രൂ ദ പാർക്ക്. പാർക്കിലൂടെ ഇങ്ങനെ ഉലാത്തുക മീൻസ് ഇങ്ങനെ നടക്കുമായിരുന്നു. ഹിസ് ഐസ് വൈറ്റൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വൈറ്റൻഡ്, ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണിങ്ങനെ നോക്കില്ലേ, മിഴിച്ചു നോക്കില്ല, അങ്ങനെ മിഴിച്ചു നോക്കി നിന്നു. എന്ത് കണ്ടപ്പോൾ? ഒരു ബോയ് ഒരു ബിഗ് നല്ല വലിയ ഒരു കളർഫുൾ ആയിട്ടുള്ള കൈറ്റിനെ ഇങ്ങനെ നല്ല ഹൈയിലേക്ക് പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ ദ കൈറ്റ് സോഡ് ഹൈ. അതെങ്ങനെയാണ്? സോഡ് എന്ന് പറഞ്ഞാൽ ഉയരുക, അത് നല്ല ഹൈറ്റിൽ ഉയർന്നിട്ടുണ്ട്. ഡാൻസിങ് ഇൻ ദ ബ്രീസ്, അതിങ്ങനെ ആ ഒരു ബ്രീസ്, ആ തണുത്ത കാറ്റിൽ, ആ ഒരു തണുത്ത ഇതിലിങ്ങനെ ഡാൻസ് ചെയ്യുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നി. Wow, who made the kite fly so high? The mayor was curious. അപ്പോൾ മേയറിന് വളരെ ക്യൂരിയസ്, വളരെ അത്ഭുതം തോന്നി. എന്തിനാണ് തോന്നിയത്? Who made the kite fly so high? ആരാണ് ശരിക്കും ഈ ഒരു പട്ടത്തിനെ ഇത്രയും ഹൈറ്റിൽ പറപ്പിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് The boy replied with pride, I did, Mr. Mayor. I made the kite myself. I painted it and I fly it. Then the wind whispered softly. അപ്പോൾ എന്താണ്? ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. അഭിമാനത്തോട് കൂടിയിട്ട് ആ ഒരു ആൺകുട്ടി പറയാണ്, ഐ ഡിഡ്, ഞാനാണ് ചെയ്തത്. എൻ്റെ മിസ്റ്റർ മേയറോട് പറയാണ്, ഞാനാണ് ചെയ്തത്. ഐ മെയ്ഡ് ദ കൈറ്റ് മൈസെൽഫ്, ഞാൻ ഒറ്റക്കാണ് ഈ ഒരു കൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഐ പെയിൻറ്റഡ് ഇറ്റ്, ഞാനാണ് ഇതിന് പെയിൻറ്റ് കൊടുത്തതും. ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്, ഞാനാണ് ഇതിനെ പറത്തുന്നതും. അപ്പോൾ ആ സമയത്ത് എന്താണ്? വിൻഡ് വന്നിട്ട്, കാറ്റ് വന്നിട്ട് വിസ്പേർഡ് സോഫ്റ്റ്ലി, അങ്ങനെ പതുക്കെ മന്ത്രിക്കുകയാണ്. വിസ്പേർഡ് വന്നാൽ അങ്ങനെ പിറുവിറുത്ത് പറയില്ല, അങ്ങനെ പിറുവിറുത്ത് കൊണ്ട് പറയാണ്, നോ ഇറ്റ്സ് മീ, അല്ല ഇത് ഞാനാണ്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ആൻഡ് ഇൻ ടു ദ സ്കൈ, ഞാനാണ് ഇതിനെ ഏറ്റവും ഉയരത്തിൽ ആകാശത്തേക്ക് പറത്തിയിട്ടുള്ളത്. വിതൗട്ട് മീ ഇറ്റ് വുഡ് ഫോൾ ടു ദ ഗ്രൗണ്ട്, ഞാനില്ലായിരുന്നെങ്കിൽ ഇതെന്താണ്? ഭൂമിയിലേക്ക് തന്നെ വീണ്ടും ഫോൾ ചെയ്തിട്ട് ഇങ്ങനെ വീണ് വന്നേനെ എന്ന് പറയാണ്. ആരാ പറഞ്ഞത്? വിൻഡാണ് പറയുന്നത് അല്ലേ? Then the kite's tail fluttered and said. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ആ കൈറ്റിൻ്റെ ആ ഒരു ടൈല്, അതിൻ്റെ ആ ഒരു നൂലുണ്ടാവില്ലേ, അതിങ്ങനെ പറയുന്നത്, വെയിറ്റ് നിങ്ങൾ പറയല്ലേ, ഒരു മിനിറ്റ്. ഐ ടു, ഞാനാണിത് ചെയ്തത്. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി, ഞാനാണ് ഈ ഒരു പട്ടത്തിനെ സ്റ്റഡി ആയി നിർത്തുന്നത്. വിതൗട്ട് മീ ഇറ്റ് വുഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്, ഞാനില്ലായിരുന്നെങ്കിൽ ഇതെന്താണ്? ഇത് ക്രാഷ് ആയിട്ട് പൊട്ടിപ്പോകുമായിരുന്നു. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവ്രി വൺ ആൻഡ് സെയ്ഡ്, അപ്പോഴാണ് ആ സ്ട്രിങ്, അതിൻ്റെ നൂല് വന്നിട്ട് പറയുന്നത്, വിതൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ, ഞാനില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു പട്ടം പറക്കുന്നത്? ഐ മേക്ക് ഇറ്റ് സോർ ഹൈ, ഞാനാണ് ഇതിനെ അത്രയും ഉയരത്തിലേക്ക് പറത്തുന്നത്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ, ഞാനാണ് അതിനെ ആകാശത്തിലൂടെ പോവാൻ ആവശ്യമായിട്ടുള്ള വഴികളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു നൂലാണെന്നാണ് പറയുന്നത്. ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവ്രി വൺ, അപ്പം എല്ലാവരും പറയുന്നത് മേയർ നല്ല ശ്രദ്ധിച്ച് കേട്ടു നിന്നു. ഈ ആസ്ക്ഡ് എ തോട്ട്ഫുള്ളി, സോ
ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്. അപ്പോൾ അയാൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മേയർ ഒന്ന് ചിന്തിച്ചതിന് ശേഷം ചോദിച്ചു, ശരിക്കും ആരാണ് ഈ ഒരു പട്ടം പറത്തുന്നത് എന്ന് ചോദിച്ചു. ദേ ഓൾ പോസ്റ്റ് ടു തിങ്ക്. അപ്പോൾ എല്ലാവരും എന്താണ് പറയുക, ചിന്തിക്കുന്നത് ഒന്ന് നിർത്തി. ദെൻ ദ ബോയ് സെഡ് ജെന്റ്ലി. എന്നിട്ട് ബോയ് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പറഞ്ഞു, വി ഓൾ ഡു ഇറ്റ്. ഞങ്ങൾ എല്ലാവരുമാണ് ചെയ്യുന്നത്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ്. ഞങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ട്, പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പട്ടം പറക്കുന്നത് എന്ന് ആ കുട്ടി പറഞ്ഞു. അത് ശരിയാണല്ലേ? ദ വിൻഡ് എഗ്രീഡ് ആൻഡ് ദ ചൈൽഡ് നോഡഡ് ടു. അപ്പോൾ കാറ്റും അതുപോലെ തന്നെ ടൈലും എല്ലാവരും ശരി എന്ന രീതിയിൽ എഗ്രി ചെയ്തു. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. അപ്പോൾ ആ ഒരു നൂലും എന്താണ്, ഒന്ന് ചിരിച്ചിട്ട് അത് ശരിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദ എയർ. അങ്ങനെ പട്ടം വീണ്ടും ആ ഒരു എയറിൽ, ആ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദ മേയർ സ്മൈൽഡ് വാംലി. എന്നിട്ട് ആ ഒരു മേയർ ചിരിച്ച് വളരെ ഊഷ്മളമായിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, യു ആർ റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. ടുഗെദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. നിങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു പട്ടത്തിനെ ഇത്രയും ഭംഗിയായിട്ട് പറക്കാൻ വേണ്ടി കഴിയുന്നത്. ദിസ് കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. ഈ ഒരു പട്ടം എന്ന് പറയുന്നത് യൂണിറ്റി എന്ന് പറയുന്നതാണ്, ഒത്തൊരുമയുടെ ഒരു സിംബലാണ്. ഇഫ് യു വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ വേണ്ടി പറ്റും. എവ്രി വൺ സ്മൈൽഡ്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ടുഗെദർ വി ഫ്ലൈ ദ കൈറ്റ് ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഈ പട്ടത്തിനെ പറത്തിയിട്ടുള്ളത്. ദ കൈറ്റ് കണ്ടിന്യൂ ടു സോ ഹൈ ഇൻ ദ സ്കൈ. അപ്പോൾ ആ പട്ടം എന്താണ്, വീണ്ടും ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. മൈക്കൽ റോജേഴ്സ് എഴുതിയ ഒരു ചെറിയ സ്റ്റോറിയാണിത്. അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യം നമ്മൾ വിചാരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളാണ് ചെയ്തത് എന്ന് വിചാരിക്കും അല്ലേ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റക്കായിരിക്കില്ല. നമ്മുടെ കൂടെ എന്തും ചെയ്യാൻ ഒരു ടീം തന്നെ ഉണ്ടാകും. അവിടെ ഒരു യൂണിറ്റിയാണ് നമ്മളവിടെ ഫോം ചെയ്യുന്നത് അല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം. നല്ലൊരു മെസ്സേജാണ്, നല്ലൊരു മോറൽ സ്റ്റോറിയാണുള്ളത്. ഇനി നമുക്കിതിലെ കുറച്ച് വേർഡ്സ് നോക്കാം. ചിയർഫുൾ എന്ന് പറഞ്ഞാൽ ഹാപ്പി, ക്രാഷ്, ഫ്ലറ്റർ, പോസ്, പ്രൈഡ്, സോൾ, സ്റ്റഡി, സ്ട്രോൾ, വിസ്പർ. ഇത്രയും വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ മീനിങ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് ഹിയർ ആർ ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. ഇവിടെ എന്താണ്, ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നുള്ള പാഠഭാഗത്തിലെ കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ദേ ആർ ഇൻ എ ജംബിൾഡ് ഓർഡർ. അതെന്താണ്, ജംബിൾഡ് മാനർ ആയിട്ടാണ്, ശരിയായിട്ടുള്ള രീതിയിലല്ല കൊടുത്തിട്ടുള്ളത്. അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ദ ബോയ് സെയ്ഡ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. അപ്പോൾ ആ ബോയ് പറയാണ്, ഞാനാണ് ഈ ഒരു കൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാനാണ് ഇതിനെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ദേ ഓൾ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ്. എല്ലാവരും ചിരിച്ചുകൊണ്ട് അതിനെ അഗ്രി ചെയ്തു. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം. ഈ ഒരു പട്ടം പറക്കുന്നത് ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ദ കൈറ്റ് ടെയിൽ സെയ്ഡ്. അപ്പോൾ കൈറ്റിൻ്റെ ആ ഒരു ടെയിൽ, ആ ഒരു വാല് പറയാണ്, ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ. ഞാനാണ് ഈ പട്ടത്തിനെ അന്തരീക്ഷത്തിൽ ശരിയായിട്ട് നിലനിർത്തുന്നത്. ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ്. അപ്പോൾ വിൻഡ് സോഫ്റ്റ് ആയിട്ട് പറയാൻ ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ. ഞാനാണ് ഈ ഒരു പട്ടത്തിനെ മുകളിലേക്ക് പറത്തുന്നത്. ദ മേയർ സോ എ ബോയ് ഫ്ലൈങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക്. അപ്പോൾ മേയർ എന്താണ്, പാർക്കിൽ നടക്കുമ്പോൾ ഒരു ബോയ് കളർഫുൾ ആയിട്ട്, ഒരു ബിഗ് ആയിട്ട്, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പട്ടത്തിനെ പറത്തുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള ഇവൻറ്റ്സ്. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്, ഈ ആണ് ഫസ്റ്റ് വൺ ആയിട്ട് എഴുതേണ്ടത്. ദ മേയർ സോ എ ബോയ് ഫ്ലൈങ് എ ബ്രൈറ്റ് ആൻഡ് കളർഫുൾ കൈറ്റ് ഇൻ ദ പാർക്ക് എന്നുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എ ആണ്. ദ ബോയ് സെഡ് ഐ മെയ്ഡ് ദ കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ് എന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇതാണ്, ഡി ആണ്. ദ വിൻഡ് സോഫ്റ്റ്ലി വിസ്പേർഡ് ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ എന്നുള്ളത് വരും. ഫോർത്ത് വൺ ആയിട്ട് വരുന്നത് ദ കൈറ്റ് ചൈൽഡ് സെയ്ഡ് ഐ കീപ് കൈറ്റ് സ്റ്റഡി ഇൻ ദ എയർ എന്നുള്ളത് വരും. ലാസ്റ്റ് വൺ ബി ആണ്, അഞ്ചാമതായിട്ട് എഴുതേണ്ടത്. ദേ ഓൾ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് വി വർക്ക് ടുഗെദർ ആസ് എ ടീം എന്നുള്ളതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. പിക്ചർ സ്റ്റോറി കാർഡ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഓഫ് ദ ഇവൻറ്റ്സ് ആർ ഗിവൺ. താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഇവൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചേഴ്സ്
wherever necessary. അപ്പോൾ ചിലതിൽ എന്താണ് ഇവൻറ്റ്സ് അവിടെ കൊടുത്തിട്ടില്ല, അത് നമ്മൾ എഴുതി ചേർക്കുക. ചിലതിൽ പിക്ചേഴ്സ് മിസ്സാണ്, അത് നിങ്ങൾ വരച്ച് ചേർക്കുക. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, ഒരു നല്ല ടൈറ്റിലും കൂടെ കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടൈറ്റിൽ എഴുതാം, റെനി ആൻഡ് ഹിസ് ന്യൂ ഫ്രണ്ട്സ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പിക്ചേഴ്സ് നോക്കാം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് പിക്ചറിൽ എന്താണ്, ഒരു കുട്ടി ഒരു സാപ്ലിംഗ് ആയിട്ട് വരികയാണല്ലോ, ഒരു പ്ലാന്റിൻ്റെ ഇതായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് റെനി വാസ് ഫൗണ്ട് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ റെനി എന്താണ്, ഒരു പ്ലാന്റ്സ് കണ്ടുപിടിച്ചു. വൺ ഡേ ഹി ഗോട്ട് എ സാപ്ലിംഗ്, ഒരു ദിവസം അവനക്ക് അതിൽ നിന്നും ഒരു തൈ കിട്ടി. ഹി ഡിസൈഡഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ ഹിസ് ഓർക്കാർഡ്. അപ്പോൾ അവൻ വിചാരിച്ചു അവൻ്റെ ആ ഒരു ഓർക്കാർഡിൽ അതിനെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ അവൻ എന്താ ചെയ്യുക, റെനി വർക്ക്ഡ് ഹാർഡ് ടു ഡിഗ് എ ഹോൾ, അവനവിടെ ഒരു കുഴി ഉണ്ടാകാൻ വേണ്ടി ശ്രമിച്ചു. ഹി വാണ്ടഡ് ടു പ്ലാൻ ഹിസ് സാപ്ലിംഗ് കെയർഫുള്ളി, അവിടെ എന്താണ്, ആ ഒരു സാപ്ലിങ്ങിനെ അവിടെ നട്ടുപിടിപ്പിക്കണമായിരുന്നു. അതിനവന് എന്താണ്, ഒരു കുഴി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. നെക്സ്റ്റ് നോക്കൂ, അവന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് അല്ലേ. ഈ പ്ലാന്റഡ് ദ സാപ്ലിംഗ് ആൻഡ് വാട്ടർ ഇറ്റ്, അവനതിന് അവിടെ നട്ടു, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മെനി എനിമൽസ് കെയിം ടു ലീവ് നിയർ ദ ട്രീ, അപ്പോൾ ഒരുപാട് ജീവികൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ജീവിക്കാനും തുടങ്ങി. നെക്സ്റ്റ് വൺ, ദ എനിമൽസ് ബിക്കേം റെനീസ് ഫ്രണ്ട്, എനിമൽസ് ഒക്കെ ഈ റെനിയുടെ ഫ്രണ്ടായിട്ട് മാറി. ദേ ഹെൽപ്ഡ് ഹിം ടു ടേക്ക് കെയർ ഓഫ് ദ പ്ലാന്റ്, അവരെല്ലാവരും ഈ പ്ലാന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ തന്നെ നിന്നു. നെക്സ്റ്റ് വൺ നോക്കൂ, നെക്സ്റ്റ് വൺ എന്താണ് പിക്ചറിൽ കാണുന്നത്, അതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കുകയാണ് അല്ലേ. ദ ട്രീ ഗ്രൂ സ്ട്രോങ് ആൻഡ് ഹെൽത്തി, ആ ട്രീ നല്ല സ്ട്രോങ് ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു. ഓൾ ദ എനിമൽസ് എൻജോയ്ഡ് സിറ്റിംഗ് അണ്ടർ ദിസ് ഷെയ്ഡ് ആൻഡ് പ്ലേയിങ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ എല്ലാ ജീവികളും അതിൻ്റെ ചുറ്റും ഇരിക്കാനും അതിൻ്റെ ചുറ്റും കളിക്കാനൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, അവരൊക്കെ എൻജോയ് ചെയ്തു. നെക്സ്റ്റ് വൺ നോക്കൂ, വൺ ഡേ എ മാംഗോസ് കെയിം ദർ, ഒരു ദിവസം അവിടെ മോങ്കൂസ് വന്നു. ഓക്കെ, ഇറ്റ് ബിഗൻ ടു മേക്ക് എ ബോറോ അണ്ടർ ദ ട്രീ. ദ മങ്കി സോ ഇറ്റ്, ഹി ഇൻഫോംഡ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്, അവന് അതൊക്കെ പറിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു മങ്കി അത് കണ്ടിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഇൻഫോം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് കൂട്ടുകാർ ഇവിടെ വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ വരച്ചു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വന്ന് നോക്കൂ, ഓൾ ദ എനിമൽസ് ഗാതേർഡ് വിത്ത് റെനി, അപ്പോൾ എല്ലാ അനിമൽസും റെനിയുടെ കൂടെ അങ്ങോട്ട് ഗ്യാദർ ചെയ്തു, അവിടെ എത്തി. ദേ ന്യൂ ദ ബോറോ കുഡ് ഹാം ദ ട്രീസ് റൂട്ട്, അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ്, ഈ ബോറോ ഉള്ളത് ശരിക്കും അതിൻ്റെ വേരിനൊന്നും സംഭവിച്ചിട്ടില്ല. സോ ദേ വർക്ക്ഡ് ആസ് എ ടീം ടു ഡ്രൈവ് ദ മാംഗൂസ് എവേ, അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ മോങ്കൂസിനെ നമുക്ക് തുരത്താമെന്ന് മനസ്സിലായി. ഇനി അടുത്തത്, ഓൾ ദ എനിമൽസ് ടുഗെദർ ഡ്രോ ദ മാംഗോസ് എവേ, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നും മാംഗോസ് അവിടെ നിന്നും പോയി എന്നുള്ളതാണ്. അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് വൺ, കൈറ്റ്സ് എന്നുള്ളതാണ്. മേക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൈറ്റ്സ് യൂസിങ് കളർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പട്ടങ്ങൾ ഉണ്ടാക്കുക. റൈറ്റ് മെസ്സേജ് അബൌട്ട് യൂണിറ്റി ആൻഡ് ടീം വർക്ക് ഓൺ ദം, എന്നിട്ട് അതിന്മേൽ യൂണിറ്റിയെ കുറിച്ചിട്ടോ ടീം വർക്കിനെ കുറിച്ചിട്ടോ ഉള്ള എന്തെങ്കിലും മെസ്സേജ് എഴുതി കൊടുക്കുക. എക്സാമ്പിൾ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ, എന്നിട്ട് സ്കൂളിൽ ഒരു കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷനും കൂടെ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അത് കൂട്ടുകാർ ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യാം. നെക്സ്റ്റ് വൺ, ക്രാഫ്റ്റ് കോർണർ ആണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ദ ആൻഡ്സ് ആർ മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഇവിടെ എന്താണ്, നമ്മുടെ ഉറുമ്പുകൾ ഒരുപാട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലെറ്റ്സ് മേക്ക് യുവർ ഓൺ ആൻസ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഒരു ആൻസ് നിങ്ങൾ ഉണ്ടാക്കുക. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻസ് റൈറ്റ് ദ ഡീറ്റെയിൽസ് ബിലോ, അതിനുശേഷം നിങ്ങൾ താഴെയുള്ള ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി എഴുതുക. ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത്, ഞാൻ എൻ്റെ ഉറുമ്പിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ക്ലേ വെച്ചിട്ട് പേപ്പർ ലീവ്സ് ഏത് വെച്ചുകൊണ്ടാണെങ്കിൽ അത് മാത്രം നിങ്ങൾ എഴുതുക. ഇറ്റ്സ് കളർ ഈസ്, അതിൻ്റെ കളർ ഗ്രീൻ ആണോ റെഡ് ആണോ ഏതാണെങ്കിൽ അത് എഴുതുക. മൈ ആൻഡ് ഹാസ് ഡാഷ് ലെഗ്സ്, എത്ര ലെഗ്സ് ഉണ്ട്, 6 ലെഗ്സ് ആണുള്ളത്. ഐ നെയ്മഡ് മൈ ആൻഡ്, ഞാൻ എൻ്റെ ആൻറ്റിന് എന്ത് പേര് കൊടുത്തു, മിന്നു എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ, ഞാൻ എൻ്റെ ആൻറ്റിനെ എവിടെയാണ് പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്, ഗാർഡൻ ആണോ ഫോറസ്റ്റ് ആണോ പ്ലേ ഗ്രൗണ്ട് ആണോ എവിടെയാണെങ്കിൽ എഴുതുക. ഞാൻ അവിടെ ഗാർഡൻ എന്നാണ് എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്കത് മാറ്റി എഴുതാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് 3ാമത്തെ യൂണിറ്റ് ആണ് നോക്കാനുള്ളത്. പേജസ് ഓഫ് വണ്ടർ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.